പറവൂരിൽ നിന്നും 27 ബംഗ്ലാദേശികളെ പിടികൂടി. DGPയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രി എറണാകുളം റൂറൽ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് പിടികൂടിയത്. ഇവരുടെ കൈവശം വ്യാജരേഖകളാണ് ഉണ്ടായിരുന്നത്. 3 മാസം മുതൽ 1 വർഷം മുമ്പ് വരെ എത്തിയവരായിരുന്നു ഇവർ. ഇവർക്ക് വ്യാജരേഖകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നവരെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു. ഇന്റർണൽ സെക്യൂരിറ്റി സെൽഫിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അത് നമ്മൾ ഇത് ATS വരെ കൺഫേം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഒരു ജോയിൻറ്റ് ഓപ്പറേഷനിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു സംഘം ഫോം ചെയ്തിട്ട് നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടിൽ ആ വീട്ടിൽ ഇപ്പോൾ ഒരു ലോഡ്ജ് പോലെ ഉപയോഗം ചെയ്യുന്നുണ്ടോ ഇത് ഈ ആൾക്കാർ അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ രാത്രി തന്നെ നമ്മുടെ ടീം പോയിട്ട് ഏകദേശം 54 അന്യതൊഴിലാളികൾക്ക് കസ്റ്റഡിയിലെടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായി ഏകദേശം രാത്രി 2:30 മണി വരെ ഇത് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് എല്ലാ ബംഗ്ലാദേശിയാണ്. ഏകദേശം 27 ആൾക്കാർ ബംഗ്ലാദേശിയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഓൾറെഡി നമുക്ക് എല്ലാ കടലാസ് കിട്ടിയിട്ടുണ്ട്. 2 പേർക്ക് ബംഗ്ലാദേശിലുള്ള പാസ്പോർട്ട് ഉണ്ട്. പിന്നെ ബാക്കി എല്ലാവർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ്സ് പിന്നെ അവിടെ ബംഗ്ലാദേശിലുള്ള ID കാർഡുണ്ട്. സോ ഇത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ നോർമലി ഇത്രയും സംഭവത്തിൽ നമ്മൾ ഫോറിനർ രജിസ്ട്രേഷൻ ആക്ട്സ് പ്രകാരം നമ്മൾ FIR രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും റിമാൻഡ് ആവും. പിന്നെ നമ്മൾ ഈ എല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിശദമായ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഇത് എങ്ങനെ വന്നു, എന്താ മോഡസ് ഓപ്പറേണ്ടി ആയിരുന്നു, കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ആരെങ്കിലും ഇവർക്ക് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ശിക്ഷ ഉണ്ടാവും. ശിക്ഷ കഴിഞ്ഞിട്ട് അത് നമ്മുടെ കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ ഒരു സ്ക്വാഡ് ഉണ്ട്, സോഴ്സസ് ഉണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട DGP സർ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇത് മൈഗ്രൻസിൻ്റെ നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഏകദേശം 1.5 ലക്ഷം മൈഗ്രൻസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം പോലീസിങ് എല്ലാ പോലീസ് സ്റ്റേഷൻസും. 3 മാസം മുതൽ ഏകദേശം കുറേ നാളായിട്ട് മീൻസ് ഒരാൾ 10 വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് പറയാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മുടെ എല്ലാ ഇന്റർണൽ സോഴ്സസ് ഉണ്ട്. പക്ഷേ ഇത് വളരെ നല്ല ഒരു ക്യാച്ചാണ്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മളൊരു ചെക്കിംഗ് നല്ല രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ ഇവർ വന്നിറങ്ങുന്ന ആലുവയിലേക്കാണ് പ്രധാനമായിട്ട്. ആലുവയിലൊക്കെ നല്ല രീതിയിൽ ഒരു ഇത് വയ്ക്കുകയാണെങ്കിൽ ആധാർ ആക്ച്വലി ഫേക്ക് ആധാറാണ്. ഫോട്ടോഷോപ്ഡ് ആണ്. അത് പിടികൂടിയവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തിരിച്ചയക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് ആരംഭിക്കും. ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. 1.5 ലക്ഷത്തോളം പേരാണ് പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ജില്ലയിൽ പരിശോധന കർശനമാക്കും. കഴിഞ്ഞ ദിവസവും പെരുമ്പാവൂരിൽ നിന്നും ബംഗ്ലാദേശ് സ്വദേശികളെ പിടികൂടിയിരുന്നു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.